ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കുറച്ച് ദിവസമല്ല ഒരു 1 മന്തൊക്കെ ആയിട്ടുണ്ടാകും. കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ എന്നുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കോച്ചിങ് എടുക്കുന്നുണ്ട് എക്സാമിൻ്റെ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് അടുത്തോടെ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് രാവിലെ എണീറ്റ ഉടനെ തന്നെ പഠിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു നോട്ട് കണ്ടല്ലോ, ഇതിൽ ഞാനിങ്ങനെ ADRs ഒക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ. അത് സ്പെസിഫിക് ആയിട്ടുള്ള ADRs ഉണ്ടാവില്ലേ, അതും അത് ഏതൊക്കെ ഡ്രഗാണ് അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇന്ന് നേരത്തെ ഇരുന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് പോകാനുണ്ട് ഒരു സ്ഥലം വരെ. അപ്പോൾ രാവിലെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കാൻ വിചാരിച്ചു. പിന്നെ ഇനി 2 ദിവസത്തിന് പഠിത്തമൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കോച്ചിങ് എടുക്കുന്നത് ഖത്തർ പ്രോമെട്രിക് എക്സാമിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു 3 മന്തായിട്ട് കോച്ചിങ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഈ ഒരു കോച്ചിങ്ങിൻ്റെ ഡ്യൂറേഷൻ 6 മന്ത്സ് ആണ്. ഞാനൊരു 3 മന്ത്സിലാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 3 മന്ത്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഖത്തർ പ്രോമെട്രിക് എക്സാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കും സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നോട്ട് അവർ സെൻഡ് ചെയ്ത് തന്നതായിരുന്നു. അതിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ബേസിക് നോട്ട്സാണ്. ബേസിക് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ നോക്കി പഠിച്ചാൽ മതി. വേറെ ബുക്സൊന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ പഠിച്ച ബുക്സൊന്നും നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഇതിനകത്ത് തന്നെ എല്ലാം അവർ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ പോർഷൻസും. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഇതുമാത്രം പഠിച്ചതുകൊണ്ട് എക്സാം പാസ്സാവാം എന്നില്ല. ക്വസ്റ്റ്യൻസൊക്കെ നോക്കണം, വർക്കൗട്ട് ചെയ്യണം, കാൽക്കുലേഷൻസ് ഉണ്ടാകും. പിന്നെ മെഡിസിനൽ കെമിസ്ട്രിയിലെ സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിരിക്കണം. പിന്നെ കുറച്ചൊക്കെ ലക്കും വേണം എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫുള്ളി ഫസ്റ്റ് നിന്ന് പഠിക്കുന്നൊരു ഫീലൊന്നും എന്തായാലും ഉണ്ടാവില്ല. കാരണം നമ്മൾ 4 വർഷം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ അത് വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കോളേജിൽ യൂണിവേഴ്സിറ്റി എക്സാമോ അല്ലെങ്കിൽ ഇൻറ്റേർണൽസിനൊക്കെ നമ്മൾ പഠിച്ചെഴുതുമ്പോൾ അതിങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് അല്ലേ. അതായത് നമുക്കറിയുന്ന കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ഇതങ്ങനെയല്ലല്ലോ, ഇത് നമ്മൾ ഓപ്ഷൻസ് ടിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അത്രയും സ്പെസിഫിക് ആയിട്ട് പഠിച്ചിരിക്കണം ഓരോന്നിൻ്റെ കാര്യങ്ങളും. ADR ആണെങ്കിലും ADR ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ രാവിലത്തെ ഒരു സെറ്റ് ഓഫ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എറണാകുളം പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ എടുത്തു വെക്കുന്നതാണ്. ബാഗൊക്കെ പാക്ക് ചെയ്തും നമ്മളൊരു ദിവസം സ്റ്റേ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം എടുത്തു വെക്കുകയാണ്. ഞങ്ങൾ ഒരു ദിവസത്തെ സ്റ്റേ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തു വെക്കാനുണ്ട്. അവിടെ നിൽക്കാനാവുമ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവിടെ റൂം എടുത്ത് നിൽക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള പാക്കിംഗ് ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് ടൗണിൽ പോകണം, വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി റെഡിയായിട്ട് ഇറങ്ങി. ഞാനും ഉമ്മയാട്ടോ പോകുന്നത്. ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സേവാ കേന്ദ്രത്തിലാണ് പോയിട്ടുള്ളത്. അവിടുന്ന് കുറച്ച് പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എറണാകുളത്തേക്ക് തിരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണയുടെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൽസാണ് ഓർഡർ ചെയ്തിരുന്നത്. നല്ല ഫുഡായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ടേസ്റ്റൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് സുഡിയോയിൽ കയറി ഡ്രസ്സ് എടുക്കാൻ, ഉപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തിയിട്ടൊക്കെയാണ് യാത്ര പോകുന്നത്. പിന്നെ നൊങ്ക് കണ്ടപ്പോൾ അത് വാങ്ങി. പിന്നെ ഇപ്പോൾ ഈവനിങ്ങിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അങ്ങനെ രാത്രി ഞങ്ങൾ ഹോട്ടലിലെത്തി. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കണ്ടുപിടിച്ചതാട്ടോ. റോയൽ ഇൻ പറഞ്ഞിട്ട് അങ്ങനെ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അങ്ങനെ ഹോട്ടലിൽ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരെ അവിടെ അടുത്ത് തന്നെ ലുലു ഉണ്ട്. ലുലുവിൽ പോയി. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ വെറുതെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നോക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ അതിന് സലാഡാക്കിയിട്ട് അങ്ങനെ അതെടുക്കുന്നുണ്ടായിരുന്നു.
നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ ഫുഡ് വാങ്ങിയിട്ട് പിന്നെ ലുലുവിൻ്റെ ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി അവിടെ പോയി കഴിച്ചിട്ട് ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെഡിക്കലിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എറണാകുളത്ത്. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ 1 hour and 15 minutes അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇപ്പോൾ നമ്മൾ ഒന്ന് കൊച്ചിയിൽ എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാം, എന്തായാലും വന്നതല്ലേ, നമ്മൾ അവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഗൂഗിളിൽ 1-2 സ്ഥലങ്ങളൊക്കെ നോക്കി, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഡച്ച് പാലസിലാണ്. അവിടെ എന്തോ എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ അടുത്തുള്ള എന്തെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് സ്പോട്ട് കാണുക എന്നുള്ളതാകുമ്പോൾ കുറേ ഫോറിനേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കൊക്കെ വേണം, പക്ഷേ അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അതെനിക്ക് പൊതുവേ ഇങ്ങനെ വായിച്ച് ഇങ്ങനത്തതൊരു മ്യൂസിയം ആ ഒരു ഫീലായിരുന്നു. അപ്പം വെറുതെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി, ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയി. കുറച്ച് വെയിലായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേന് തിരിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിന് മുമ്പ് ബീച്ചിലും കൂടി പോയിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ബീച്ചൊക്കെ എത്തി, അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സജഷൻസും പറയണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.